അകതാരൊരുക്കി അണയാമീ ബലിവീതിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവീതിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ജാഗ്രതയെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. യജമാനൻ വരുന്നത് പ്രതീക്ഷിച്ച് ഒരുക്കത്തോടെ അരമുറുക്കി ഇരിക്കുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാരെന്ന്. ജാഗ്രത എന്നാൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു ഉണർവ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തും ദൈവം നമ്മളെ ജാഗ്രതയിലേക്ക് ക്ഷണിക്കുകയാണ്. അരമുറുക്കുക എന്ന പ്രയോഗം ബൈബിൾ നമ്മളോട് പറയുമ്പോൾ റെഡി ടു ഡു സംതിങ് എന്നാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും സന്നദ്ധതയുള്ള മനസ്സ് ഉണ്ടാവുക എന്നതാണ്. ഈ കാലഘട്ടത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ദൈവമേ, ഏറെ ജാഗ്രതയുള്ളവരായി മാറ്റുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ടു ഡു സംതിങ്, നമ്മുടെ മനസ്സിനെ അതിന് ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാത്ത ഒരു മനസ്സ് രൂപപ്പെടുക എന്നതാണ്. ചെയ്യുവാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ, മനസ്സിനൊരു ധൈര്യമില്ല, മനസ്സിനൊരു ഉന്മേഷമില്ല, എന്തിനും ഒരു ചെറിയൊരു മടി മനസ്സിലേക്ക് വരുന്നു. നമുക്ക് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ, കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പ്രാപ്തി ഞങ്ങളുടെ മനസ്സിന് നൽകുകയും ചെയ്യണമേ എന്നും ജാഗ്രത എപ്പോഴും ജീവിതത്തിൽ തുടരുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നും ഈ ദ്യൂബിലിയിൽ നമ്മൾക്ക് ഏറെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദ്യൂബിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വിരോണി, വലേറി, മുള്ളൻസ്, സി ജെ ജെയിംസ് ചെറുകാട്ട് എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേതികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യമായ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അങ്ങേ തിരുവഷ്ടം അനുസരിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാർത്ഥ ഹൃദയത്തോടുകൂടി അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, അന്ന് നിങ്ങൾ മിശിഹായെ കൂടാതെയാണ് കഴിഞ്ഞിരുന്നത്.
ഇസ്രയേലിനോട് നിങ്ങൾക്ക് വേഴ്ചയുണ്ടായിരുന്നില്ല. വാഗ്ദാനത്തിന് നിയമത്തിന് നിങ്ങൾ അപരിചിതരായിരുന്നു. അന്ന് നിങ്ങൾ പ്രത്യാശരഹിതരായിരുന്നു. ദൈവമില്ലാത്തവരെ ആയാണ് നിങ്ങൾ ലോകത്തിൽ ജീവിച്ചിരുന്നത്. മുമ്പ് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഈശോമിശിഹായുടെ രക്തം മൂലം ഈശോമിശിഹായിൽ സമീപസ്ഥരായിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സമാധാനം. അവിടുന്ന് ഇരുവിഭാഗങ്ങളെയും ഒന്നാക്കി ശത്രുതയാകുന്ന നടുഭിത്തി തൻ്റെ ശരീരം കൊണ്ട് തകർത്ത് കളഞ്ഞു. ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ അവിടുന്ന് ദുർബലമാക്കി. അങ്ങനെ അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ഇരുകൂട്ടരെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുകയും ചെയ്തു. ഇരുകൂട്ടരെയും ഏക ശരീരത്തിൽ അവിടുന്ന് ദൈവത്തോട് രമ്യപ്പെടുത്തുകയും തൻ്റെ കുരിശിൽ വെച്ച് ശത്രുതയ്ക്ക് അറുതി വരുത്തുകയും ചെയ്തു. അവിടുന്ന് വന്ന് നിങ്ങളെ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും സമാധാനത്തിൻ്റെ സന്ദേശം അറിയിച്ചു. നമുക്ക് ഇരുകൂട്ടർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് ഏക ആത്മാവിൽ പ്രവേശനമുണ്ടായത് അവിടുന്ന് മൂലമാണ്. ഇനി നിങ്ങൾ അപരിചിതരല്ല, പരദേശികളല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുമത്രേ. നിങ്ങൾ ശ്ലീഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. മൂലക്കല്ല് ഈശോ മിശിഹ തന്നെ. മിശിഹായിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഘടകങ്ങൾ ചേർത്ത് പണിയപ്പെടുന്നു. അങ്ങനെ കർത്താവിൽ വിശുദ്ധ മന്ദിരം ഉയർന്നു വരികയാണ്. നിങ്ങളും ആത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നതിന് മിശിഹായിൽ പണിതു ചേർക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവായ ദൈവം തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യുന്നു. കർത്താവായ ദൈവം തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യുന്നു. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ ശ്രവിക്കും. അവിടുന്ന് തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യും. അവിടുത്തെ മഹത്വം നമ്മുടെ ദേശത്ത് നിലനിൽക്കുന്നതിന് അങ്ങേ ഭയപ്പെടുന്നവർക്ക് രക്ഷ തീർച്ചയായും സമീപസ്ഥമാണ്. കർത്താവായ ദൈവം തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യുന്നു. കാരുണ്യവും വിശ്വസ്തതയും കൂടിക്കാഴ്ച നടത്തും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചു വരും. നീതി സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കും. കർത്താവായ ദൈവം തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യുന്നു. കർത്താവ് നന്മ നൽകും. നമ്മുടെ നാട് ഫലം തരും. അവിടുത്തെ മുമ്പിൽ നീതിയും അങ്ങ് കാലുകുത്തുന്ന വഴിയിൽ രക്ഷയും സഞ്ചരിക്കും. കർത്താവായ ദൈവം തൻ്റെ ജനത്തോട് സമാധാന വചനങ്ങൾ അരുൾ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അവ നിത്യജീവന്റെ വാക്കുകളാണല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം.
ഈ സുവിശേഷ വചനം നമ്മെ പാപങ്ങൾ മോചിപ്പിക്കട്ടെ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മകീശ. ദേഹി ദേഹങ്ങളിൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഒപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. ഒപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. ദിവ്യഗീതം നിറവേറ്റി ഭൂവിൽ അങ്ങേ മഹത്വം വളർത്താ. ദിവ്യഗീതം നിറവേറ്റി ഭൂവിൽ അങ്ങേ മഹത്വം വളർത്താ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മകീശ. ദേഹി ദേഹങ്ങളിൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയസ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നിർക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് നിത്യായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എന്നിലില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനി കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനി കേകിയാലും നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനും നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനും നാവുമോ തമ്പുരാനേ.
ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനി കീകിയാലും പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങിനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങിനെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനി കീകിയാലും നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനി കീകിയാലും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉത്ബോധിതരുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണി നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. കർത്താവേ ഗണിണമേ, ക്രിസ്തുവേ ഗണിണമേ. കർത്താവേ ഗണിണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ വിരോണി, വലേറി, മുള്ളൻസ്, സി എ ജെയിംസ് ചെറുകാട്ട് എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. മേൽ പ്രകാശിക്കുകയും ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ,
നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.